മലയാള സിനിമ ആസ്വാദകരുടെ ഒരു അവസ്ഥ. എത്ര കാലമായ ഒരു മലയാള സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് മോദിയിൽ തുടങ്ങിയ പ്രശ്നം ഇതാ എവിടേക്കോ പോയി എത്തിയിരിക്കുന്നു. മലയാള ഫിലിം പ്രൊഡ്യൂസേഴ്സ് ആൻഡ് തിയേറ്റർ ഫെഡറേഷൻ തമ്മിലായതിനാൽ മറുനാടൻ ഭാഷാ മൂവീസ് തിയേറ്ററിൽ റിലീസും ആവുന്നുണ്ട്, എപ്പോഴത്തേലും അധികം വ്യൂവേഴ്സും ഉണ്ട്. ഇൻഫാക്ട് ആമിർ ഖാന്റെ ഡങ്കലിന് വളരെ നല്ല പ്രതികരണമാണ് തിയേറ്ററുകൾ കിട്ടുന്നത്. അത് വേറെ ഒരു സിനിമയും ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ലാട്ടോ, സിനിമയും ഒരു വൻ ഹിറ്റ് ആയതുകൊണ്ടാണ്. നമ്മൾക്ക് ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ബഷീറിന്റെ വാദം അനുസരിച്ച് ഇതെല്ലാം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാവ് സുരേഷ് കുമാറിന്റെ ഒരു കളിയാണെന്നാണ്. ഇങ്ങനെ ഈ സ്ട്രൈക്ക് തുടർന്നാൽ മകൾ കീർത്തി സുരേഷിന്റെ പുതിയ റിലീസിന് ഹിറ്റ് ആവാനുള്ള ഒരു ചെറിയ ചാൻസ് ഉണ്ട്. നാട്ടുകാർക്ക് കാണാൻ വേറെ സിനിമയില്ലല്ലോ, അപ്പോൾ ഇത് തന്നെ ശരണം. വിജയ് കീർത്തി അഭിനയിക്കുന്ന ഭൈരവ തന്നെയാണ് വിവാദ വിഷയം. പൊങ്കൽ റിലീസായ ഈ സിനിമ ആകെ 100 സ്ക്രീനിലാണ് ഇപ്പോൾ കേരളം മുഴുവൻ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ലിബർട്ടി ബഷീർ പറയുന്നത് സ്ട്രൈക്ക് തുടർന്നാൽ ഇത് 200 സ്ക്രീൻസിൽ വരെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ടത്രേ. അപ്പോൾ ഇതിനുവേണ്ടി മനഃപൂർവ്വം സ്ട്രൈക്കിനെ ഒരു നീണ്ട തുടർക്കഥയായിട്ട് മാറ്റുകയാണ് സുരേഷ് കുമാർ. ബോക്സ് ഓഫീസ് കളക്ഷനിൽ 50-50 റവന്യൂ ഷെയറാണ് തിയേറ്റർ ഫെഡറേഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ കേരള ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കർ പറയുന്നത് ഇത് എല്ലാ തിയേറ്റർ ഉടമകളുടെ നിലപാടല്ലെന്നാണ്. ലിബർട്ടി ബഷീർ കാര്യങ്ങൾ തന്റെ വഴിക്ക് നീക്കുകയാണത്രേ. ഫെഡറേഷൻ പ്രസിഡന്റിന്റെ വാക്കുകൾ എതിർക്കാൻ ബാക്കി തിയേറ്റർ ഉടമകൾ തയ്യാറുമല്ല. ഈ ഗ്യാപ്പിൽ ആമിർ ഖാന്റെ ദങ്കൽ തിയേറ്ററുകളിൽ ഇടിച്ചു കയറിയിരിക്കുകയാണ്. പോരാത്തതിന് പുലിമുരുകൻ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഇവയെ തിയേറ്ററുകളിൽ നിന്ന് ഫ്രൈഡേ നീക്കിയിരിക്കുന്നു. ഈ രണ്ടു സിനിമയും സൂപ്പർ ഹിറ്റുകളായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും ഇതിനൊരു തീരുമാനമായിട്ടേ പുതിയ മലയാള സിനിമകൾ വെളിച്ചം കാണും. മോഹൻലാലിന്റെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ദുൽഖർ സൽമാന്റെ ജോമോന്റെ സുവിശേഷങ്ങൾ, പൃഥ്വിരാജിന്റെ ഇസ്ര, ജയസൂര്യയുടെ ഫുക്രി, പ്രേക്ഷകർ കാത്തിരിക്കുന്ന റിലീസാവാനുള്ള മലയാള സിനിമകൾ ഇതെല്ലാമാണ്. പിന്നെ ഇവര് ഷോർട്ടിന് വേണ്ടി നയൻതാര എന്ന് വിളിക്കുമ്പം ഞാനും നയൻതാര ചേച്ചിയാണ് ആ സോങ്ങിൽ മെയിൻ ചെയ്തത്. അപ്പം നയൻതാര എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആറ്റം വരെ നടന്നു പോകുമ്പോഴേക്കും അവർ പറയില്ല ഈ നയൻതാര അല്ല മറ്റേ നയൻതാര, അല്ലെങ്കിൽ ഈ നയൻതാര എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ നിന്ന് തിരിച്ചു വരണം. അപ്പം അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു.